അപ്പം പവർ ഇൻ പ്യൂർ കപ്പാസിറ്റി സർക്യൂട്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇപ്പോൾ ഒരു കപ്പാസിറ്റർ വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് സർക്യൂട്ടിൽ. ഇപ്പോൾ കപ്പാസിറ്ററിന്റെ കേസിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ് ലാഗ് ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സീറോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കറണ്ടിന്റെ വാല്യൂ എന്താ, മാക്സിമം ആണ്. വോൾട്ടേജിന്റെ വാല്യൂ എന്താ, സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അതായത് കറണ്ട് എപ്പോഴും അതിന്റെ മാക്സിമം വാല്യൂ എത്തിക്കഴിഞ്ഞു, ഇനി ഡിക്രീസ് ചെയ്ത് പോവുകയാണ്. പക്ഷെ വോൾട്ടേജ് തുടങ്ങുന്നേ ഉള്ളൂ. സോ ആരാ ലീഡ് ചെയ്യുന്നത്, കറണ്ട് ലീഡ് ചെയ്യാന്ന്, വോൾട്ടേജ് ലാഗ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, വോൾട്ടേജ് ലാഗ്സ് കറണ്ട്, വോൾട്ടേജ് കറണ്ടിന്റെ പിന്നിലാണെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, കറണ്ട് ലീഡ്സ് വോൾട്ടേജ്, കറണ്ട് വോൾട്ടേജിന് മുൻപിലാണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് വോൾട്ടേജിന്റെ ഇക്വേഷൻ വി എം സൈൻ ഒമേഗ ടി പോലെ തന്നെ എഴുതി. കറണ്ടിന്റെ എന്താക്കണം, കറണ്ട് ലീഡാണ് ചെയ്യുന്നത്, അതുകൊണ്ട് പ്ലസ്, ലീഡ് ചെയ്യുകയാണെങ്കിൽ പ്ലസ് സൈൻ ആയിരിക്കും. എത്ര വെച്ചിട്ടാണ് ലീഡ് ചെയ്യുന്നത്, 90 ഡിഗ്രി. അത് എങ്ങനെയാ മനസ്സിലായത്, അത് നമ്മൾ ഈ ഇത്രയും സാധനം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ. ഇനി നമുക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ടൈം ആണ്, ബേസിക് ഇക്വേഷൻ ആണ്, ഇലക്ട്രോണിക്സിലെ ബേസിക് ഇക്വേഷൻ. അതുകൊണ്ട് I is equal to dq by dt എന്ന് എഴുതി, ചാർജ് ബൈ ടൈം. ഓക്കെ, ചാർജ് ബൈ ടൈം. ഇനി ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചാർജ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ് ആണ് ചാർജ്. ഒരു കപ്പാസിറ്ററിന്റെ കേസിൽ ഒരു കപ്പാസിറ്ററിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ ഇൻറ്റു വോൾട്ടേജ് ആണ്. പക്ഷെ വോൾട്ടേജ് എന്താണ് നമുക്കറിയാം, ഓൾറെഡി വി എം സൈൻ ഒമേഗ ടി ആണ് നമുക്കറിയില്ലേ. സോ ചാർജ് നമ്മൾ വീണ്ടും എഴുതുക, Q is equal to കപ്പാസിറ്റൻസ് C ഇൻറ്റു വോൾട്ടേജ്, ഈ വോൾട്ടേജ് വിന്റെ പകരം വി എം സൈൻ ഒമേഗ ടി എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്കറിയാം I is equal to dq by dt ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ Q എന്നുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ I ഇങ്ങനെ എഴുതുക, I is equal to d by dt of Q ന്റെ പകരം ഇത് എഴുതി, C Vm sin omega t എന്ന് എഴുതി. ഓക്കെ, ഇനി സിയും വിയും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് അതേപടി പുറത്തേക്ക് വരും, C ഇൻറ്റു വി എം. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താ, അതായത് സൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുക, കോസ് ഒമേഗ ടി കിട്ടുക. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ കോസ് ഒമേഗ ടി എന്ന് പറയുന്നത്. പക്ഷെ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ സൈൻ്റെ അടുത്തുള്ളത് എന്താ, ഒമേഗ ഇൻറ്റു ടി ആണ്. ദാറ്റ് മീൻസ് ഒമേഗ ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഒമേഗ പുറത്ത് വരും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒമേഗ. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒമേഗ വരുന്നത്. ഓക്കെ, ഇനി കറണ്ട് ഇതാണെന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒമേഗ സി എന്ന് പറയുന്ന സാധനത്തിന് ഇത് ഇത്രയും ടേമിന്റെ അടിയിലായിട്ട് എഴുതുന്നു. എങ്ങനെ എഴുതാൻ പറ്റും അത്, ഇത്രയും ടേമിന്റെ അടിയിലായിട്ട് 1 ബൈ ഒമേഗ സി എന്ന് പറഞ്ഞാൽ അത് ഇത് തന്നെയായിരിക്കും. അതായത് ഈ എഴുതിയിരിക്കുന്ന സാധനവും ഈ എഴുതിയിരിക്കുന്ന സാധനം ഒരേ സാധനമാണ്. ആകെ വ്യത്യാസം എന്താ, ഈ ഒമേഗ സീനെ പിടിച്ചിട്ട് ഇവരെന്ത് ചെയ്ത് ഡിനോമിനേറ്ററിന്റെ വി എമ്മിന്റെ അടി കൊണ്ട് എഴുതിച്ചു ഒമേഗ സീൻ. അത്ര വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അത് എന്തിനാ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. നമുക്കറിയാം, അപ്പൊ ഇതെന്തായി മാറി, വി എം ബൈ 1 ബൈ ഒമേഗ സി ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആയി. ഓക്കെ, ഈ ടേം 1 ബൈ ഒമേഗ സി ആയി. നിങ്ങൾക്ക് മുമ്പ് അറിയാം എക്സ് സി എന്ന് പറയുന്ന കപ്പാസിറ്റി റിയാക്ടൻസ് എക്സ് സി എന്താ, 1 ബൈ 2 പൈ എഫ് ഇൻറ്റു സി. 2 പൈ എഫ് എന്ന് പറയുന്ന ആരാ, ഒമേഗയാണ്. അല്ലെങ്കിൽ എക്സ് സിന്ന് എങ്ങനെ പറയാം, എക്സ് ഈക്വൽ ടു 1 ബൈ ഒമേഗ സി എന്ന് എഴുതാം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അങ്ങനെ മാറ്റി എഴുതിയിരിക്കുന്നത്. അപ്പൊ 1 ബൈ ഒമേഗ സി ആരായി മാറി, എക്സ് സി ആയി മാറി, കപ്പാസിറ്റി റിയാക്ടൻസ് ആയി മാറി. ഇനി വി ബൈ എക്സ് സി എന്ന് പറഞ്ഞ ആരാ, ഐ എം, മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. ഓക്കെ, ഐ ഇസ് ഇക്വൽ ടു വി ബൈ ആർ അല്ലേ. അതേപോലെ കപ്പാസിറ്ററിന്റെ കേസിൽ ഐ ഇസ് ഇക്വൽ ടു വി ബൈ എക്സ് സി ആണ്. സോ അതിനെ നമ്മൾ മാറ്റിയിട്ട് എന്ത് ചെയ്തി, ഇത്രയും സാധനത്തിനെ മാറ്റി നമ്മൾ ഐ എം എന്ന് എഴുതി. സോ ഐ എം ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 90. അപ്പോൾ ഇതെന്തിനാ ചെയ്തത്, നമുക്ക് വേണ്ട എന്താ, പവറാണ് കണ്ടുപിടിക്കുന്നത്. പവർ എങ്ങനെയാ കണ്ടുപിടിക്കുക, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. വോൾട്ടേജ് എന്താണ് നമുക്ക് ഇതറിയാം, കറണ്ടിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് ഇപ്പൊ അറിയില്ല. നമുക്കത് എത്രയാണ്, ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആണോ, ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണോ, 45 ആണോ, 60 ആണോ, എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും സോൾവ് ചെയ്തിട്ട് അവസാനം നമുക്ക് എന്ത് കിട്ടി, ഐ എം ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 90. ഇത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കറണ്ടിന്റെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഞാൻ തുടക്കത്തിൽ എഴുതിയെന്നേ ഉള്ളൂ, പക്ഷെ കറണ്ട് ഇക്വേഷൻ അതാണ്, നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഇനി ഇപ്പൊ നമുക്ക് പവറിന് എന്തൊക്കെയാ, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് അല്ലേ. അപ്പോൾ വോൾട്ടേജ് ഇത് അതേപടി എടുത്ത് ഇവിടേക്ക് എഴുതി, കറണ്ട് എന്താ, ഇത് അതേപടി എടുത്തിട്ട് ഇവിടേക്ക് എഴുതി, അല്ലെ ഇത് അതേപടി ഇവിടേക്ക് എഴുതി. അപ്പോൾ വി എം ഇൻറ്റു ഐ എം ഒരുമിച്ച് എഴുതി, സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 90 എഴുതി. ഇനി
സൈൻ ഒമേഗ ടി പ്ലസ് 90 എന്ന് പറഞ്ഞാൽ എന്താ സാധനം? സൈൻ ഒമേഗ ടി പ്ലസ് 90 എന്ന് പറഞ്ഞാൽ എന്താ? കോസ് ഒമേഗ ടി ആണ്. സൈൻ 90 പ്ലസ് തീറ്റ എന്താ? കോസ് തീറ്റ ആണ്. സോ നമുക്ക് എന്ത് ചെയ്താം? ആ കോസ് ഒമേഗ ടി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടി. ഇത്രയും സാധനം മാറിയിട്ട് കോസ് ഒമേഗ ടി. ഇനി സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഇവിടെ മുമ്പിൽ ഒരു 2 ഉണ്ടായിരുന്നു നിങ്ങൾ സപ്പോസ് ചെയ്തു. അപ്പൊ വി എം ഇൻറ്റു ഐ എം ഇൻറ്റു 2 ഇൻറ്റു സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി ആണെങ്കിൽ അത് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ 2 തീറ്റ എന്ന് എഴുതാൻ പറ്റൂലേ? സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 2 സൈൻ തീറ്റ കോസ് തീറ്റ അല്ലേ? അല്ലെങ്കിൽ സൈൻ 2 ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി അല്ലേ? പക്ഷെ തൽക്കാലം ഇവിടെ 2 ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2 ഇവിടെ കൊടുക്കും, താഴെ ഒരു 2 ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് വി എം ഐ എം ഇൻറ്റു ബൈ 2 എന്ന് വരുന്നത് ഇൻറ്റു സൈൻ 2 ഒമേഗ ടി. കാരണം ഇവിടെ 2 വന്നു കഴിഞ്ഞാൽ അതിനെ 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ സൈൻ 2 ഒമേഗ ടി ആണ്. ഇനി ഇതിനെ നമ്മൾ പവറിനെ ഒരു ഓവർ എ സൈക്കിൾ, പവർ ഓവർ എ സൈക്കിൾ ഇൻ എ പ്യുവർ കപ്പാസിറ്റി സർക്യൂട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് സൈക്കിളിലെ പവർ എഗെയിൻ ഇവിടെ കിട്ടുന്ന അവസാനം ഇതെന്താ? ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. വി എം ഒരു കോൺസ്റ്റന്റ്, ഐ എം ഒരു കോൺസ്റ്റന്റ്. പക്ഷെ സൈൻ ഒരു ഓൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റി. ഒരു ഓൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റിന്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 0 ഓവർ എ സൈക്കിൾ. ഓരോ കംപ്ലീറ്റ് സൈക്കിൾ 0 ആണ്. അതുകൊണ്ട് കപ്പാസിറ്ററിന്റെ പവർ എന്തായിരിക്കും? ആവറേജ് പവർ എന്ന് പറയുന്നത് എന്താ? 0 ആയിരിക്കും. അതിന്റെ മീനിങ് എന്താ? കപ്പാസിറ്റർ ഒരു പവറും ഡെസിപ്പേറ്റ് ചെയ്യില്ല. ഐഡിയലി കേട്ടോ, വീണ്ടും ഞാൻ പറയുന്ന ഐഡിയൽ പ്യുവർ കപ്പാസിറ്റർ എന്നാണ് പറഞ്ഞിരിക്കും. പ്യുവർ കപ്പാസിറ്റർ ഉണ്ടാക്കാൻ പറ്റില്ല. There will be a small amount of resistance present within it. So this is purely theoretical thing or ideal concept. So ഇൻഡക്ടറിന്റെ കേസായാലും കപ്പാസിറ്ററിന്റെ കേസായാലും പവർ ഡെസിപ്പേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പവർ കൺസ്യൂം ചെയ്യപ്പെടുന്നത് 0. ഇനി ആർ എൽ സി സർക്യൂട്ട്. നമ്മൾ പറഞ്ഞു ഒരു പ്യുവർ ആയിട്ടുള്ള റെസിസ്റ്റീവ് സർക്യൂട്ട് അല്ല, പ്യുവർ ആയിട്ടുള്ള ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് കപ്പാസിറ്റീവ് സർക്യൂട്ട് നിലനിൽക്കില്ല. നമ്മൾ 3 ടൈപ്പ് ഓഫ് ലോഡാ പറഞ്ഞത്. റെസിസ്റ്റീവ് ലോഡ്, ഇൻഡക്റ്റീവ് ലോഡ്, കപ്പാസിറ്റീവ് ലോഡ്. പക്ഷെ പ്യുവർ ആയിട്ടുള്ള ഒരു ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് ലോഡ് ഒരിക്കലും നിലനിൽക്കില്ല. അത് എപ്പോഴും ഇറ്റ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആർ എൽ സി സർക്യൂട്ട് പഠിക്കുന്നത്. റെസിസ്റ്റർ ഉണ്ട് അതിൻ്റെ അകത്ത്, ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. ഇതിനെ 2 രീതിയിൽ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം. റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അക്രോസ് വോൾട്ടേജ് സോഴ്സ്. വോൾട്ടേജ് സോഴ്സ് ആയിട്ട് റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും സീരീസ് ആയി കണക്ട് ചെയ്ത് then it is known as series RLC circuit. വോൾട്ടേജ് സോഴ്സിന്റെ അക്രോസ് ആയിട്ട് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. then it is known as parallel RLC circuit. ഈ 2 സർക്യൂട്ട് ആയെങ്കിൽ അതിന്റെ ബേസിക് വർക്കിംഗ് ഫെനോമിന, basically it is based on റെസൊണൻസ് ഫെനോമിന. റെസൊണൻസ് എന്ന് പറഞ്ഞ ഫെനോമിനയുടെ മുകളിൽ ബേസ്ഡ് ആയിരിക്കാണ് സീരീസ് ആർ എൽ സി സർക്യൂട്ട് ആയാലും പാരലൽ ആർ എൽ സി സർക്യൂട്ട് ആയാലും. റെസൊണൻസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ്, അതായത് മാക്സി ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും ആ സമയത്ത് നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ക്യാൻ ബി ഐദർ വോൾട്ടേജ് ഓർ കറന്റ്. സോ ഈ റെസൊണൻസ് എങ്ങനെയാ ഡിഫൈൻ ചെയ്യുന്നതാണ്? കണ്ടീഷൻ ദാറ്റ് എക്സിസ്റ്റ് വെൻ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആർ ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. സീരീസ് ആർ എൽ സി ആയിക്കോട്ടെ, പാരലൽ ആർ എൽ സി ആയിക്കോട്ടെ, റെസൊണൻസിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എക്സ് എക്സലും ഈക്വൽ ആയിരിക്കും എന്നാ പറയുന്നത്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ നടക്കുക? അങ്ങനെ ആവുകയാണെങ്കിൽ എന്താ ചെയ്യുക? ഇൻഡക്ടറും കപ്പാസിറ്ററും തമ്മിൽ ഒരു എക്സ്ചേഞ്ച് ഓഫ് എനർജി നടക്കും. ഇൻഡക്ടർ കപ്പാസിറ്ററിന് കൊടുക്കുക, കപ്പാസിറ്റർ ഇൻഡക്ടറിന് കൊടുക്കുക, ഇൻഡക്ടർ കപ്പാസിറ്ററിന് കൊടുക്കുക, കപ്പാസിറ്റർ ഇൻഡക്ടറിന് കൊടുക്കുക. അങ്ങനെ ഇവർ തമ്മിൽ ഒരു എക്സ്ചേഞ്ച് ഓഫ് എനർജി ഒക്കെ അറിയും. സോ അത് ആ ഒരു ഫെനോമിനയാണ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത്. അതൊക്കെ ഇന്ന് റെസൊണൻസ് ഫ്രീക്വൻസിയിലാണ്. സോ എ കണ്ടീഷൻ ദാറ്റ് എക്സിസ്റ്റ് വെൻ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആർ ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് causing the electric energy to oscillate between magnetic field of inductor എന്ന magnetic field and electric field of capacitor. കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും, ഇൻഡക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്തിട്ട് ഒരു കറണ്ട് ഉണ്ടാവും, അത് വെച്ചിട്ട് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ചാർജ് ആയി പിന്നെ അത് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അത് വീണ്ടും ഇൻഡക്ടറിനെ ചാർജ് ചെയ്യും. സോ ദർ വിൽ ബി എ electrical energy exchange between inductor and capacitor. സോ ആ ഫെനോമിനയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. ആ occur ചെയ്യുന്ന റെസൊണൻസ് ഫ്രീക്വൻസീസ് which is given by FR is equal to 1/2π√LC. അത് സീരീസ് RLC സർക്യൂട്ടിന് റെസൊണൻസ് ഫ്രീക്വൻസി ഇതാ, പാരലൽ RLC സർക്യൂട്ടിന് റെസൊണൻസ് ഫ്രീക്വൻസി ഇത് തന്നെയാണ്. ഇനി സീരീസ് RLC സർക്യൂട്ട് നോക്കാം. സീരീസ് RLC എന്ന് പറയുമ്പോൾ പേര് പറഞ്ഞ പോലെ തന്നെ ഒരു റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ വോൾട്ടേജ് സോഴ്സ്.
ഇനി ഇതില് നമ്മൾ പറഞ്ഞു റെസൊണൻസ് ആവുമ്പോൾ എക്സിയും എക്സലും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. എക്സിയും എക്സലും ഈക്വൽ ആവുമ്പോൾ ഒരു സീരീസ് ആർ എൽ സി സർക്യൂട്ടിൽ റെസൊണൻസിലെത്തും. റെസൊണൻസ് എത്തുമ്പോൾ നമുക്ക് പറയാം ഇമ്പിഡൻസ് വിൽ ബി മിനിമം. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പിഡൻസിനകത്ത് റെസിസ്റ്റൻസും ഉണ്ട്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഉണ്ട്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഈ മൂന്നും കൂടി ചേർന്ന ഒരു സാധനമാണ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. അതായത് സർക്യൂട്ടിന്റെ കംപ്ലീറ്റ് ഓപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് കറന്റ്. റെസിസ്റ്റർ ഓപ്പോസ് ചെയ്യുന്ന റെസിസ്റ്റൻസ്, ഇൻഡക്ടർ ഓപ്പോസ് ചെയ്യുന്ന ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഇവർ എല്ലാവരുടെയും കൂടി എഫക്റ്റിന് ഒരുമിച്ച് പറയുന്ന പേരാണ് ഇമ്പിഡൻസ്. അപ്പോൾ റെസൊണൻസ് എത്തുമ്പോൾ ഇമ്പിഡൻസ് ഓഫ് ആർ എൽ സി സർക്യൂട്ട് വിൽ ബി മിനിമം. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാക്ടിക്കൽ മീനിങ് എന്താ? ഓപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് കറന്റ് അല്ലേ. ദാറ്റ് മീൻസ് അത് മിനിമം ആണെന്ന് പറഞ്ഞാൽ എന്താ? കറണ്ടിന് നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്നതാണ് അതിന്റെ അർത്ഥം. ദാറ്റ് മീൻസ് കറണ്ട് ഈസ് മാക്സിമം അറ്റ് റെസൊണൻസ്. ഓക്കെ, സോ സീരീസ് ആർ എൽ സി സർക്യൂട്ടിൽ റെസൊണൻസിൽ എത്തിക്കഴിഞ്ഞാൽ ഇമ്പിഡൻസ് മിനിമം ആയിരിക്കും, കറണ്ട് മാക്സിമം ആയിരിക്കും. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു ഫേസർ ഡയഗ്രാം ആണ്. ഓക്കെ, ഫേസർ ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു എക്സ് ആക്സിസ്, ഇവിടെ ഒരു ആക്സിസ് ഉണ്ട്, ഇവിടെ ഒരു ആക്സിസ് ഉണ്ട്, ഇവിടെ ഒരു ആക്സിസ് ഉണ്ട്. 3 ആക്സിസുകളാണ്. ഈ ആക്സിസിലാണ് നമ്മൾ റെസിസ്റ്ററിന്റെ വോൾട്ടേജും കറണ്ട് എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സ് ആക്സിസിന് പോലത്തെ ഈ ആക്സിസിന് പോലെ. കാരണം ഈ ആക്സിസിന് മുകളിൽ തന്നെ വോൾട്ടേജും കറണ്ടും റെപ്രസെന്റ് ചെയ്യുന്ന റെസിസ്റ്ററിന്റെ. കാരണം റെസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ്. ഇവിടെ കറണ്ട് റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാം നമ്മൾ വോൾട്ടേജിന്റെ ടേംസിലാണ് സീരീസ് ആർ എൽ സി സർക്യൂട്ടിൽ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ കറണ്ട് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ റെസിസ്റ്ററിന്റെ വോൾട്ടേജ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, വി ആർ. ഇനി നമുക്കറിയാം ഇൻഡക്ടറിന്റെ കേസിൽ, ഓക്കെ, ഇൻഡക്ടറിന്റെ കേസിൽ വോൾട്ടേജ് എന്താ ചെയ്യുന്നത്? ലീഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. നിങ്ങൾക്ക് കാണാം ഇവിടെ പോയി നമ്മൾ പ്യൂർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ നമ്മൾ എന്തായാലും പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാം, വോൾട്ടേജ് ലീഡ്സ് കറണ്ട്. കറണ്ടിനെ വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു എന്നാ പറഞ്ഞത് അല്ലേ. സോ ഈ സീരീസ് ആർ എൽ സി ഫേസർ ഡയഗ്രാമിന്റെ അകത്ത് ഒരൊറ്റ കറണ്ടേ ഉള്ളൂ, 2-3 പേർക്കും കൂടി സീരീസ് ആയിട്ട് ഒരു കറണ്ടേ ഫ്ലോ ചെയ്യും. അപ്പൊ ആ കറണ്ട് ആണ് ഇത്. റെസിസ്റ്റന്റ് അക്രോസ് റെസിസ്റ്റന്റ് ഉള്ളിൽ കൂടെ പോകുന്ന വോൾട്ടേജ്, റെസിസ്റ്റന്റ് ഉള്ളിൽ കൂടെ പോകുന്ന കറണ്ട്. അപ്പൊ ഈ കറണ്ടിനെ ഇൻഡക്ടറിന്റെ വോൾട്ടേജ് 90 ഡിഗ്രി ലീഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇൻഡക്റ്റീവ് വോൾട്ടേജ് മുകളിൽ വരച്ചിരിക്കുന്നത്, അല്ലാതെ താഴോട്ട് വരയ്ക്കാൻ. ലീഡ് ചെയ്യുന്നു. ഇൻഡക്ടറിന്റെ കേസിൽ എങ്ങനെയാ? വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്യുന്നു 90 ഡിഗ്രി. സോ കറണ്ട് നമ്മൾ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രി മുകളിൽ വോൾട്ടേജ് വരയ്ക്കണം. ഇനി കപ്പാസിറ്ററിന്റെ കേസിൽ എങ്ങനെയാ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? കപ്പാസിറ്ററിന്റെ കേസിൽ കറണ്ട് ലീഡ് ചെയ്യുന്ന, അല്ല, വോൾട്ടേജ് ലാഗ് ചെയ്യുന്നു കറണ്ടിനെ 90 ഡിഗ്രി വെച്ചിട്ട് അല്ലെ. മീൻസ് കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ചു പറയാം, വോൾട്ടേജ് ലാഗ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി. സോ ഈ കേസിൽ വരുമ്പോൾ കറണ്ട് എവിടെയാണല്ലോ, സോ വോൾട്ടേജ് എവിടെയായിരിക്കും? 90 ഡിഗ്രി താഴോട്ടായിരിക്കും വോൾട്ടേജ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഒന്നും കൂടി മാറ്റി വരയ്ക്കുകയാണെങ്കിൽ, ഇതിനെ മുകളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെ എഴുതാൻ? വി എൽ മൈനസ് വി സി എഴുതാൻ പറ്റും. ഈ സാധനത്തിനെ മുകളിലേക്ക് എഴുതുകയാണെങ്കിൽ വി എൽ മൈനസ് വി സി എഴുതാം. ഇനി ഈ ട്രയാങ്കിൾ നിങ്ങൾ നോക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറിൽ വരച്ചിരിക്കുന്ന പറഞ്ഞാൽ നെറ്റ് വോൾട്ടേജ്. ഓക്കെ, ഇവിടെ ഇൻഡക്ടറിന്റെ വോൾട്ടേജ് ഉണ്ട്, കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ഉണ്ട്, റെസിസ്റ്ററിന്റെ വോൾട്ടേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. നെറ്റ് വോൾട്ടേജ് അവിടെ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ റിസൾട്ടന്റ് വോൾട്ടേജ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ട്രയാങ്കിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതെത്രയാ? ഇതേ സാധനം വി എൽ മൈനസ് വി സി ആയിരിക്കും ഇവിടെ അല്ലെ. ഈ വി എൽ മൈനസ് വി സി ഇതെത്രയാ? വി ആർ ആണ്. സോ ഹൈപ്പോട്ടന്യൂസ് അല്ലെ, വി എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു 2 സൈഡിന്റെ സ്ക്വയർ എന്നല്ലേ നമ്മൾ പഠിച്ചത് റൈറ്റ് ട്രയാങ്കിളിനകത്ത് അല്ലെ. സോ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? വി എസ് സ്ക്വയർ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വി എസ് സ്ക്വയർ ഈക്വൽ ടു ഇവിടുത്തെ ആരാ? വി ആർ സ്ക്വയർ, അതാണ് ഇവിടെ ഇരിക്കുന്നത്, വി ആർ സ്ക്വയർ പ്ലസ് ഇതാരാണ്? ഈ സാധനം തന്നെ, വി എൽ മൈനസ് വി സി സ്ക്വയർ. അങ്ങനെയാണ് നമുക്ക് ആ ഇക്വേഷൻ കിട്ടുന്നത്. മനസ്സിലായി വിചാരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് വി എസിന്റെ സ്ക്വയർ മാറ്റാൻ വേണ്ടി സ്ക്വയർ റൂട്ട് ഇപ്പുറത്തേക്ക് പോയി. ഇനി വി എന്ന് പറയുന്നത് എന്താ? വി എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഇൻറ്റു സെഡ്. അവിടെ ഐയും കൂടി വരണ്ട, ഇവിടെ ഐ. വി ആർ എന്ന് പറയുന്നത് എന്താ? ഇതിന്റെ ക്രോസ് വോൾട്ടേജ് ഐ ഇൻറ്റു ആർ. ഐ ഇൻറ്റു ആർ അത്. വി എൽ മൈനസ് വി സി എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഇൻറ്റു എക്സ് എൽ മൈനസ് ഐ ഇൻറ്റു എക്സ് സി. ഇവിടെയും കറണ്ട് ഇവിടെ ഉള്ള കറണ്ട്, രണ്ട് സൈഡിലെ കറണ്ട് സെയിം ആണ്, അത് ക്യാൻസൽ ചെയ്ത് പോകുന്നു. അതുകൊണ്ട് സെഡ് ഈസ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി. ഇതാണ് സീരീസ് ആർ എൽ സി സർക്യൂട്ടിന്റെ ഇംപിഡൻസ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, സീരീസ് ആർ എൽ സി സർക്യൂട്ടിന്റെ ഇംപിഡൻസ് ഇക്വേഷൻ ആണ് കാണുന്നത്.
ഇനി ഞാൻ എൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത്? അറ്റ് റെസൊണൻസ് ഫ്രീക്വൻസി ഇംപെഡൻസ് ഓഫ് സീരീസ് ആർ എൽ സി സർക്യൂട്ട് ഈസ് മിനിമം. എന്തുകൊണ്ടാണ് ഇംപെഡൻസ് മിനിമം ആവുന്നത്? ഇംപെഡൻസ് ഇക്വേഷൻ ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? റെസൊണൻസിൽ നമ്മൾ പറഞ്ഞിരുന്നു എക്സലും എക്സിയും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ എക്സലും എക്സി ഈക്വൽ ആണെങ്കിൽ എക്സൽ മൈനസ് എക്സി എന്താ? 0 ആയി പോവില്ലേ? സോ ഇംപെഡൻസ് എന്തായി മാറും? റെസിസ്റ്റൻസ് ആയി മാറൂലേ? ചുരുക്കി പറഞ്ഞാൽ എക്സലും എക്സിന്റെ യാതൊരു ഒപ്പോസിഷനും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ ഒപ്പോസിഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ റെസിസ്റ്റർ മാത്രമേ ഒപ്പോസ് ചെയ്യുള്ളൂ. സോ കറണ്ട് എന്തായിരിക്കും? മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ? ഇവിടെ ഇവനും ഒപ്പോസ് ചെയ്യുന്നില്ല, ആകെ റെസിസ്റ്റർ മാത്രമേ ഒപ്പോസ് ചെയ്യുള്ളൂ. സോ കറണ്ട് വിൽ ബി മാക്സിമം. അതാണ് സീരീസ് ആർ എൽ സി സർക്യൂട്ട്. അടുത്തത് പാരലൽ ആർ എൽ സി സർക്യൂട്ട്. പാരലൽ ആർ എൽ സി സർക്യൂട്ട് സീരീസ് ആർ എൽ സി സർക്യൂട്ട് തമ്മിൽ പ്രധാന വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഫേസർ ഡയഗ്രാമിൽ എല്ലാത്തിനും വോൾട്ടേജിന്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ വോൾട്ടേജാ, ഇവിടെയും വോൾട്ടേജാ, ഇവിടെയും വോൾട്ടേജാ. പക്ഷെ പാരലൽ ആർ എൽ സി സർക്യൂട്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് കറണ്ടാ, കറണ്ട്, കറണ്ട്, ഇവിടെയും കറണ്ട്, ഇവിടെയും കറണ്ട്, ഇവിടെയും കറണ്ട്. ഓക്കെ, എന്താന്ന് പറഞ്ഞാൽ ഇവിടെ സീരീസ് സർക്യൂട്ടിനകത്ത് വോൾട്ടേജ്, ഇവിടുത്തെ വോൾട്ടേജ് ഇവനും ഇവരും 3 പേരും കൂടി ഡിവൈഡ് ചെയ്തെടുക്കുക ചെയ്യുക, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തു പോകും അല്ലെ? കറണ്ട് 3 പേർക്കും സെയിം സാധനം കിട്ടുന്നത്. കറണ്ട് സീരീസ് സർക്യൂട്ടിൽ കറണ്ട് സെയിം ആയിരിക്കില്ല. അപ്പൊ ഡിവൈഡ് ചെയ്തു പോകുന്ന സാധനമാണ് നമ്മൾ ഫേസർ ഡയഗ്രാം ഇങ്ങനെ വരച്ചെടുക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇത് പാരലൽ ആർ എൽ സി ആണ്. ഇവിടെ വോൾട്ടേജ് ആറും എല്ലും സിന്റെ അക്രോസിലെ വോൾട്ടേജ് എന്താ? സെയിം ആണ്. അപ്പൊ അവരെല്ലാം കൺസിഡർ ചെയ്യേണ്ടത്. കറണ്ട് ഇതിൽ കൂടെ അങ്ങനെ പോയിട്ട് 3 ബ്രാഞ്ചിലേക്ക് ഡിവൈഡ് ചെയ്ത് പോകാം. സോ കറണ്ട് ആണ് ഇവിടെ റെഫറൻസ്. പാരലൽ ആർ എൽ സി സർക്യൂട്ടിൽ കറണ്ട് ആണ് റെഫറൻസ്, സീരീസ് ആർ എൽ സി സർക്യൂട്ടിൽ വോൾട്ടേജ് ആണ് റെഫറൻസ്. അത് മറന്നു പോകരുത്. ഇനി പ്രധാന വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ at resonance frequency of parallel RLC circuit the impedance of the circuit is maximum. Series RLC circuit എന്താ? impedance of the circuit RLC circuit is minimum എന്ന് പറഞ്ഞത്. ഇംപിഡൻസ് മിനിമം ആണ്, കറണ്ട് മാക്സിമം ആയിരിക്കും. ഇവിടെ എന്താ? ഇംപിഡൻസ് ഓഫ് സർക്യൂട്ട് മാക്സിമം, സോ കറണ്ട് വിൽ ബി മിനിമം. മനസ്സിലായി വിചാരിക്കുന്നു. സീരീസ് ആർ സി സർക്യൂട്ടിൽ ഇംപിഡൻസ് മിനിമം, അപ്പൊ കറണ്ട് മാക്സിമം. ഇവിടെ ഇംപിഡൻസ് മാക്സിമം, സോ കറണ്ട് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഓക്കെ, നമുക്ക് സർക്യൂട്ട് വെച്ചിട്ട് നോക്കാം. ഇനി ഇവിടെ നമുക്ക് നേരത്തെ അതേ കൺസെപ്റ്റ്, റെസിസ്റ്ററിന്റെ വോൾട്ടേജും കറണ്ടും ഈ ബ്രാഞ്ചിൽ എടുക്കാം. ഓക്കെ, സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരച്ചപ്പം ഇവിടെ ഇൻഡക്ടറിന്റെ മുകളിലും കപ്പാസിറ്ററിന്റെ താഴത്തുമായിരുന്നു. പാരലൽ ആർ എൽ സി സർക്യൂട്ടിൽ നിൽക്കുമ്പോൾ കപ്പാസിറ്റർ മുകളിൽ, ഇൻഡക്ടർ താഴെയാവും. അത് എന്തുകൊണ്ടാ? ഇൻഡക്ടറിന്റെ കേസ് എടുക്കുമ്പോൾ വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ 90 ഡിഗ്രി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ? ഇവിടെ എന്താ പറയാ? കപ്പാസിറ്റർ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഇൻഡക്ടർ കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. നമുക്ക് നോക്കാം. ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ എന്താണ്? കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ആണ് അല്ലെ? സോ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ എങ്ങനെയാ? കറണ്ട് ലാഗ്സ് ഈ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. കപ്പാസിറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അത് നേരത്തെ വരച്ച പോലെ തന്നെ ഇത് താഴോട്ടേക്ക് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത് താഴോട്ടേക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. സോ ഐ എൽ മൈനസ് ഐ സി ആയി, റിസൾട്ടന്റ് ഐ എസ് ആയി, ഐ ആർ ആയി. വീണ്ടും നമുക്ക് ഈ റൈറ്റ് ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഐ എസ് സ്ക്വയർ ഈക്വൽ ടു ഐ ആർ സ്ക്വയർ പ്ലസ് ഐ എൽ മൈനസ് ഐ സി ഹോൾ സ്ക്വയർ. അപ്പൊ മറ്റേ ഇക്വേഷൻ എങ്ങനെയാണ്? വോൾട്ടേജിന്റെ ടേംസിലായിരുന്നു ഇവിടെ. ഓക്കെ, വി എസ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. ഇവിടെ ഐ എസ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതും. എന്നിട്ട് ഐ എസ് ഈക്വൽ ടു, ഇവിടെ ഒരു സ്ക്വയർ റൂട്ട് വരാണ്ട് കേട്ടോ, ഞാൻ ഇടാൻ മറന്നുപോയതാ. ഇവിടെ ഒരു സ്ക്വയർ റൂട്ട് ഓഫ് ഐ ആർ സ്ക്വയർ പ്ലസ് ഐ എൻ മൈനസ് ഐ സി ഹോൾ സ്ക്വയർ. ഓക്കെ, നമുക്കറിയാം ഐ എസ് എന്ന് പറയുന്നത് എന്താ? ഈ കറണ്ട് എന്താ? വി എസ് ബൈ സെഡ് ആണ് മൊത്തം. അതുകൊണ്ട് പി എസ് ബൈ സെഡ് എന്ന് വരുന്നത്. പി എസ് ഞാൻ ഇവിടെ എഴുതിയില്ല, അത് കട്ടായി പോകുന്ന കൊണ്ട് എഴുതാത്തത്. ഈക്വൽ ടു ഐ ആറിന്റെ കേസിൽ എങ്ങനെയാ? ഇതിന്റെ കേസിൽ എങ്ങനെയാ? വി എസ് ബൈ ആർ എന്നാ വരിക. ഇവിടെ വി എസ് ബൈ ആർ എന്നാ എഴുതുക. ഇവിടെ എന്താ? വി എസ് ബൈ എൽ എന്ന് വരും. ഇവിടെ വി എസ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ വി എസ് ബൈ എക്സ് വരും. ഈ റൂട്ടിന്റെ പുറമെ വി എസ് വരുമ്പോൾ അവിടുത്തെ വി എസും ഇതിന്റെ മുകളിലത്തെ വി എസും കട്ടായി പോകും. അതുകൊണ്ടാണ് 1/z = സ്ക്വയർ റൂട്ട് ഓഫ് 1/r ഹോൾ സ്ക്വയർ പ്ലസ് എക്സൽ 1/xl മൈനസ് 1/xc ഹോൾ സ്ക്വയർ എന്ന് വരുന്നത്. ഓക്കെ, ഇതിന്റെ കേസിൽ ഓക്കെ എക്സൽ എക്സി ഈക്വൽ ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇംപിഡൻസ് മാക്സിമം ആയിരിക്കും. ഓക്കെ, ഇംപിഡൻസ് മാക്സിമം ആയിരിക്കും, അതുകൊണ്ട് കറണ്ട് മിനിമം ആയിരിക്കും.
ഇനി ആർ എൽ സി സീരീസ് സർക്യൂട്ട്, ആർ എൽ സി പാരലൽ സർക്യൂട്ട് തമ്മിൽ വ്യത്യാസങ്ങൾ നോക്കാം. ഒന്ന് സർക്യൂട്ടിലെ വ്യത്യാസം, ഓക്കെ. രണ്ടാമത്തെ കറണ്ട്, ഇവർക്ക് 3 പേർക്കും കിട്ടുന്ന കറണ്ട് സെയിം ആണ്. ഇവർക്ക് കിട്ടുന്ന കറണ്ട്, ഇവിടെ കിട്ടുന്ന 3 പേർക്കും സെയിം ആയിട്ട് കിട്ടുന്ന വോൾട്ടേജ് ആയിരിക്കും. ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ സീരീസ് ആർ എൽ സി സർക്യൂട്ടിൽ നമുക്ക് നോക്കാം. സീരീസ് ആർ എൽ സി സർക്യൂട്ടിൽ കറണ്ട് ആണ് റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, കറണ്ടിന് വിത്ത് റെസ്പെക്ട് ടു 90 ഡിഗ്രി വോൾട്ടേജ് മേലോട്ടും ഇത് കപ്പാസിറ്റർ താഴോട്ടും എല്ലാം വരച്ചിരിക്കുന്നത്. ഓക്കെ, കറണ്ട് ആണ് റെഫറൻസ്. പാരലൽ ആർ എൽ സി എടുക്കുമ്പോൾ വോൾട്ടേജ് ആണ് റെഫറൻസ്. വോൾട്ടേജിനെ വിത്ത് റെസ്പെക്ട് ടു 90 ഡിഗ്രി മുകളിലും 90 ഡിഗ്രി താഴെയൊക്കെ ആയിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, സോ ഇവിടെ കറണ്ട് ആണ്, ഇവിടെ എഴുതി തെറ്റാണ്, വോൾട്ടേജ് അല്ല, കറണ്ട് ആണ് റെഫറൻസ്. ഇവിടെ ഫേസർ ഡയഗ്രാം, ഇവിടെ വോൾട്ടേജ് ആണ് റെഫറൻസ്. നേരെ മാറിപ്പോയതാ. ഓക്കെ, മാറ്റി എഴുതണം. ഇമ്പിഡൻസ് മിനിമം ആർ എൽ സി സർക്യൂട്ടിൽ ഇമ്പിഡൻസ് മാക്സിമം ആണ്. ഇമ്പിഡൻസ് മിനിമം ആണ്, കറണ്ട് മാക്സിമം ആയിരിക്കും. ഇവിടെ ഇമ്പിഡൻസ് മാക്സിമം ആയതുകൊണ്ട് കറണ്ട് മിനിമം ആയിരിക്കും. ഇത് വോൾട്ടേജിനെ മാഗ്നിഫൈ ചെയ്യുന്നത്, കറണ്ടിനെ മാഗ്നിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് പവർ ഇൻ ആർ എൽ സി സർക്യൂട്ട്. ആർ എൽ സി സർക്യൂട്ടിൽ 3 തരത്തിലുള്ള പവർ ഉണ്ടാവുക. ആദ്യത്തെ പവർ എന്ന് പറയുന്നത് ആക്റ്റീവ് പവർ, റിയൽ പവർ അല്ലെ ട്രൂ പവർ. രണ്ടാമത്തെ പവർ എന്ന് പറയുന്ന പേര് റിയാക്റ്റീവ് പവർ ഓർ വാട്ട്ലെസ് പവർ. മൂന്നാമത്തെ പവർ എന്ന് പറയുന്ന പേര് അപ്പാരന്റ് പവർ. ഓക്കെ, ഇത് മൂന്നും തമ്മിൽ എന്താ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിമ്പിൾ അനലോഗി വെച്ചിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഗ്ലാസ്സിൽ ചായ കുടിക്കാന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ ആ ഗ്ലാസിന്റെ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ശരിക്കും ആ ഗ്ലാസ് കംപ്ലീറ്റ് ചായ നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. ഗ്ലാസിന്റെ കുറച്ചായിട്ട് ഒരു 90% നിങ്ങൾക്ക് ചായ കിട്ടും. ബാക്കി 10% എന്തായിരിക്കും? പതയായിരിക്കും, ഫോഗ് ആയിരിക്കും, അല്ലെ പതയായിരിക്കും ചായന്റെ. ഓക്കെ അല്ലെ? സോ നമുക്ക് വേണ്ട, ആക്ച്വലി നമുക്ക് ആവശ്യമുള്ളത് എന്താ? ചായയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഗ്ലാസ്സോ അല്ലെങ്കിൽ ഗ്ലാസ് എത്ര വലുതാന്നോ അല്ലെങ്കിൽ ആ പത എത്ര ഉണ്ടോ അതിലൊന്നും നമുക്ക് ഒരു കാര്യമില്ല. നമുക്ക് ചായയാണ് ശരിക്കും വേണ്ടത്. സോ ആ ചായയും ക്വാണ്ടിറ്റിയും ഫോഗും കൂടി കൂടിയാണ് ഗ്ലാസിന്റെ ക്വാണ്ടിറ്റി. അതേപോലെയാണ് ഇവിടെ 3 പേരും. ഇവിടെ ചായന്റെ പകരം ആരാ? ആക്റ്റീവ് പവർ. നമുക്ക് ആവശ്യമുള്ള പവർ അതാണ്. ആക്റ്റീവ് പവർ, റിയൽ പവർ അല്ലെ ട്രൂ പവർ. ഓക്കെ, അതിന്റെ കൂടെ വരുന്ന സാധനം എന്താണ്? റിയാക്റ്റീവ് പവർ അല്ലെ വാട്ട്ലെസ് പവർ, അതായത് പത, ചായന്റെ പത പോലെ. ഓക്കെ, മൊത്തം ഗ്ലാസിന്റെ ക്വാണ്ടിറ്റി പോലെയാണ് അപ്പാരന്റ് പവർ. ഓക്കെ, സോ ആക്റ്റീവ് പവർ, റിയൽ പവർ, ട്രൂ പവർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എമൗണ്ട് ഓഫ് പവർ ബീങ് ഡെസിപ്പേറ്റഡ് ഇൻ ദ സർക്യൂട്ട് ഈസ് കോൾഡ് ആക്റ്റീവ് പവർ. ആക്ച്വലി ഡെസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ വർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പവർ ആണ് ആക്റ്റീവ് പവർ. ഓക്കെ, റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ദിസ് പവർ കൺസ്യൂംഡ് ഇൻ എൻ എ സി സർക്യൂട്ട് ഡസൻ പെർഫോം ഇൻ യൂസ്ഫുൾ വർക്ക്. അത് പ്രത്യേകിച്ച് യൂസ്ഫുൾ പവർ ഒന്നും വർക്കൊന്നും പെർഫോം ചെയ്യില്ല. അത് യൂസ്ഫുൾ നമ്മളെ ആക്റ്റീവ് പവറിന് കൂടെ വരുന്ന ഒരു പവറാണ്. ഓക്കെ, നമ്മുടെ ചായന്റെ പത പോലെ. Apparent power, the combination of true power and reactive power is called apparent power. Okay, ചായയും പതയും കൂടി കൂടിയ പോലെ. അതേപോലെ apparent power എന്ന് പറഞ്ഞാൽ the combination of true power and reactive power is called apparent power. Okay, the kilowatt ampere turn the kilowatt ampere. ഇവിടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് ഉദ്ദേശിക്കുന്നത്. വെറും കറണ്ട് എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ഓഫ് കറണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആക്റ്റീവ് പവറിന്റെ കേസിൽ പവർ എന്ന് പറഞ്ഞാൽ VI കോസ് ഫൈ അല്ലെങ്കിൽ I² R എന്ന് വേണമെങ്കിൽ പറയാം. റിയാക്റ്റീവ് പവറിന്റെ കേസ് VI സൈൻ ഫൈ അല്ലെ I² into X. X can be XC or XL, കപ്പാസിറ്റി റിയാക്ടൻസ് ഓർ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞാൽ I² into Z ആണ് ഇമ്പിഡൻസ്. ഓക്കെ, ഇനി ഒരു രണ്ട് പ്രോബ്ലം നോക്കാം. A resistance of 50 ohm and an inductance of 0.015 Henry and a capacitance of 250 microfarad are connected in series in an AC circuit across 250 volt 50 hertz supply. Find the power and power factor of the circuit. എന്തൊക്കെ തന്നിക്കുന്നത്? റെസിസ്റ്റർ തന്നിക്കുന്നത്, ഇൻഡക്ടർ തന്നിക്കുന്നത്, കപ്പാസിറ്റർ തന്നിക്കുന്നത്, 3 എണ്ണം സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സപ്ലൈ വോൾട്ടേജ്, ഫ്രീക്വൻസി ആണ്. പവറും പവർ ഫാക്ടറും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് പവർ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? കോസ് ഫൈ ഈക്വൽ ടു R ബൈ Z ആ ഇക്വേഷൻ. R നേരിട്ട് തന്നിട്ട് 50 ഓം, Z കണ്ടുപിടിക്കണം. സീരീസ് സർക്യൂട്ടിൽ എങ്ങനെയാ സെറ്റ്? റൂട്ട് ഓഫ് R² പ്ലസ് XL മൈനസ് XC അല്ലെ XC മൈനസ് XL എങ്ങനെ വേണം എഴുതാം, കാരണം സ്ക്വയർ ഉള്ളതിനെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഇവിടെ XC വലുതായതിനെ കൊണ്ട് XC ആദ്യം എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, XC എത്രയാ കണ്ടുപിടിക്കണം? 1/2 FC. F എത്രയാ? 50 ഹെർട്സ്. C എത്രയാ? 250 മൈക്രോഫാരഡ്. കണ്ടുപിടിച്ചൂടെ? XL 2πfL. F എത്രയാ? 50. L എത്രയാ? 0.015 ഹെൻറി. XL കണ്ടുപിടിച്ചൂടെ? അത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Z കിട്ടൂലേ? Z കിട്ടിയ R ബൈ Z എഴുതി കഴിഞ്ഞാൽ കോസ് പവർ ഫാക്ടർ കിട്ടിയില്ലേ? ഇനി പവർ കണ്ടുപിടിക്കണം. പവർ എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ.
വോൾട്ടേജ് എത്ര 250. കറണ്ട് എത്രയാ കണ്ടുപിടിക്കണം. കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? വി ബൈ സെറ്റ്. വി എത്രയാ 250, സെറ്റ് എത്രയാ കാൽക്കുലേറ്റ് ചെയ്തു. ഇത് രണ്ടോ ഡിവൈഡ് ചെയ്താൽ കറണ്ട് കിട്ടി. സോ ആ കറണ്ട് 250 വോൾട്ടേജിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പവർ ഫാക്ടർ നമുക്ക് കണ്ടുപിടിച്ചിരിക്കുന്നു ഓൾറെഡി 0.9875. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ ആയി. ഓക്കെ, സെയിം രീതിയിലാണ് ഈ പ്രോബ്ലം വരുന്നത്. ഓക്കെ, ഈ പ്രോബ്ലം എല്ലാം പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ്. ഓക്കെ, ആകെ ഇതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇതെല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. An inductor coil of 0.2 Henry with a resistance of 20 ohm and a capacitance of 160 microfarad are connected in series and fed by a 230 volt 50 hertz supply. Find impedance, power factor, active power and reactive power. Okay, active power എന്ന് പറഞ്ഞാൽ എന്താ? VI cos phi. ഇപ്പോൾ V നമുക്കറിയാം 250 230 ആണ്. കറണ്ട് കണ്ടുപിടിക്കണം, cos phi കണ്ടുപിടിക്കണം. കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? V by Z. V എത്രയാ? 230 വോൾട്ട്. Z എത്രയാ കണ്ടുപിടിക്കണം? റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC. XL എന്താ? 2 π FL. F എത്രയാ? 50 ഹെർട്സ്. L എത്രയാ? 0.2 ഹെൻറി. കണ്ടുപിടിച്ചൂടെ? XC 1 by 2 π FC. F എത്രയാ? 50 ഹെർട്സ്. C എത്രയാ? 160 മൈക്രോഫാരഡ്. കണ്ടുപിടിച്ചൂടെ XC? XC XLും കിട്ടിയ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? Z കിട്ടില്ലേ? Z കിട്ടിക്കഴിഞ്ഞാൽ കറണ്ട് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, പവർ ഫാക്ടർ കണ്ടിരിക്കാലോ. R by Z ആണ്. R അറിയാം 20 ohm. Z ഇവിടെ കണ്ടുപിടിച്ചു, ഡിവൈഡ് ചെയ്താൽ പവർ ഫാക്ടർ കിട്ടി. ഓക്കെ, പവർ ഫാക്ടർ കിട്ടി കഴിഞ്ഞാൽ VI cos phi. V 230 വോൾട്ട് കറണ്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചു 4.86. ഇനി cos phi കണ്ടുപിടിച്ചു 0.423. മൂന്നെണ്ണം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് പവർ ആയി. റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ VI sin phi ആ. വിയും ഐയും സെയിം തന്നെ. ഇവിടെ എന്താന്ന് എഴുതിയാൽ ആദ്യം തന്നെ sin phi കണ്ടിരിക്കണം. നമുക്കറിയാം cos phi നമുക്ക് കിട്ടിയില്ല 0.423. അതിനകത്ത് ഫൈന് എങ്ങനെ എഴുതാം? കോസ് ഇൻവേഴ്സ് ഓഫ് R by Z എഴുതാം അല്ലെ. cos phi R by Z ആണെങ്കിൽ ഫൈനെ കോസ് ഇൻവേഴ്സ് ഓഫ് R by Z ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ 64.976 ആ ഫൈൻ കിട്ടും. സോ റിയാക്റ്റീവ് പവർ VI sin phi എന്ന് പറഞ്ഞാൽ സൈൻ 230 into 4.86 into സൈൻ ഈ ആംഗിൾ കണ്ടുപിടിച്ചത് അത് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടി. സോ ഓക്കെ, താങ്ക് യു.